ഗുഡ് മോർണിംഗ്. ഇന്ന് പോലെ നമ്മൾ നമ്മുടെ ഡ്രോയിങ് ക്ലാസ് തുടങ്ങിയാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇരിക്കുകയാണ്. നിങ്ങളൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് വരെ നിങ്ങൾ മാത്സിനകത്ത് പഠിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. കണക്കും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് വരയ്ക്കാനും ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഒത്തിരി ടഫൊന്നും അല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. കുറച്ച് വരയ്ക്കാൻ മാത്രമുള്ളത്, കാണാതെ പഠിക്കേണ്ടതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ സബ്ജക്റ്റിന്റെ പേര് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നാണ്. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്ന ടോപ്പിക്കാണ് ഇൻട്രോഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. അതായത് ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പൊ അതിനകത്തോട്ട് വരുന്ന ടോപ്പിക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിന് പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ നമ്മൾ എന്തിൻ്റെയും ചിത്രമോ അല്ലെങ്കിൽ ഒരു രൂപം വരച്ചു വെക്കുന്നതിനകത്താണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫീൽഡുമായിട്ടല്ല ഓട്ടോമൊബൈലുമായിട്ട് എന്തായാലും ബന്ധമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് IT ആയിട്ടോ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ല ബിടെക് ലെവലിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തായിരിക്കും, അവിടെ ഈ വാഹനങ്ങൾ നിങ്ങൾ പണിയെ മാത്രമല്ല നിർമ്മാണത്തിലേക്ക് എത്തും. അതിന്റെ ഭാഗങ്ങൾ നിർമ്മാണത്തിലേക്ക് ഓരോരുത്തരും സെലക്ട് ചെയ്യുന്ന ഓരോ ഫീൽഡായിരിക്കും. അപ്പൊ നിർമ്മാണത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും, നമുക്കൊരു എഞ്ചിന്റെ പിസ്റ്റൺ നിർമ്മിക്കണമെങ്കിൽ അത് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ആ രീതിയിൽ പോയി എങ്ങും ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നടക്കുകയല്ല. കാരണം അതിന് ഒരു പ്രത്യേക അളവ് കാണണം, അതിന്റെ സ്ട്രോക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം, അതിന് ആനുപാതികമായിട്ടായിരിക്കണം പിസ്റ്റന്റെ ഹെഡിന്റെ സിലിണ്ടറിന്റെ ഒക്കെ വലുപ്പം വരുന്നത്. അപ്പൊ എന്തായിരിക്കും, ഒരു പാർട്സ് ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കും, ആദ്യം തന്നെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ ഐഡിയ വെച്ചിട്ടുണ്ടായിരിക്കും നമ്മളെ ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയും. വരച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും, അതിന്റെ പിസ്റ്റന്റെ ക്രൗണ്ട് വലുപ്പം എത്രയാണ്, അല്ല അതിന്റെ ഡയമീറ്റർ എത്രയാണ്, അതിന്റെ റിംഗ് ഗ്രൂവുകൾക്കിടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്, അതെല്ലാം എന്തായിരിക്കും നമ്മളവിടെ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കും. എന്നിട്ട് ആ രീതിയിൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയവും അളവും വെച്ചിട്ട് നമ്മൾ അതിനെ വരച്ച് ഒരു പിക്ടോറിയൽ ഒരു രൂപരേഖ ഉണ്ടാക്കിയെടുക്കും. അതിനുശേഷം മാത്രമാണ് നമ്മൾ എന്തായിരിക്കും അത് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് എന്തായിരിക്കും, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ എന്തായിരിക്കും അത് നിർമ്മിക്കാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ ഒരു പ്ലാൻ റെഡിയാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ആദ്യം പ്ലാൻ വരച്ച രീതിക്ക് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ആലോചിച്ച പോലെ തന്നെയാണോ ഇത് ഉണ്ടാക്കാൻ പറ്റിയതെന്ന് നമുക്ക് എന്തായിരിക്കും അവസാനം ഇതിന്റെ അളവും കാര്യങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ എന്തായിരിക്കും മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഡ്രോയിങ് വരയ്ക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ഡ്രോയിങ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടേക്കുന്ന വീട് പണിയുന്ന കാര്യത്തിലായിരിക്കും. എല്ലാവരും കേട്ടില്ലേ, പ്ലാൻ കേട്ടില്ലേ, പ്ലാൻ വരയ്ക്കുക, നമ്മൾ എഞ്ചിനീയർമാരുടെ അടുത്ത് പോയി പ്ലാൻ വരയ്ക്കുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും എന്തായിരിക്കും ഈ പ്ലാൻ വരയ്ക്കാനോ കാര്യമില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും, ഒരു വീട് നമ്മുടെ ആശയത്തിൽ എന്തായിരിക്കും ഒരു വീട് പണിയണമെന്നായിരിക്കും. ആ വീട് എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കറിയാം. കയറി ചെല്ലുമ്പോൾ ഹാളായിരിക്കണം, ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂം ആയിരിക്കണം, റൈറ്റ് സൈഡിൽ വേറൊരു മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കണം, പിന്നെ ഡൈനിങ് ഹാള്, കിച്ചണ്, അങ്ങനെ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും പല പല ഐഡിയ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ പണിതാൽ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഓരോ ഭിത്തിക്ക് എന്തേലും വലിപ്പം വേണം, വിൻഡോ ഡോർ എവിടെ വെക്കണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതെല്ലാം എങ്ങനെ വരണം, ഇനി ഇതിന്റെ ടോപ്പ് വാർത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം, ബേസ് അതിന്റെ ഫൗണ്ടേഷൻ ഷേപ്പ് എങ്ങനെയായിരിക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എന്തായിരിക്കും നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പണിത് നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിന് ടെക്നിക്കലായിട്ട് നമുക്ക് എവിടെന്നെങ്കിലും ഒരു സപ്പോർട്ട് വേണം. നമുക്ക് നമ്മുടെ വീടിന്റെ ആശയം മാത്രമേ ഉള്ളൂ, അതെങ്ങനെയാണ് പണിത് വെക്കേണ്ടത് എന്തായിരിക്കും നമുക്ക് ടെക്നിക്കലായിട്ട് സപ്പോർട്ട് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ അവർക്ക് മുകളിലുള്ള എഞ്ചിനീയർമാരെ സമീപിക്കും. എന്നിട്ട് നമ്മൾ അവരോട് പറയും, നമുക്ക് ഇത്രയും റൂം, ഒരു 3 ബെഡ്റൂമും ഒരു ഹാളും ഡൈനിങ് റൂമും സിറ്റ് ഔട്ടും ഒക്കെ വരുന്ന ഒരു വീട് വേണം, അത് ഇത്ര സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിൽക്കണമെന്ന്. അപ്പൊ നമ്മുടെ ഐഡിയ വെച്ചിട്ടുണ്ടായിരിക്കും അവരൊരു പ്ലാൻ വരച്ചു തരും. അവർ പ്ലാൻ വരച്ചു തന്നിട്ട് എന്തായിരിക്കും, എഞ്ചിനീയർമാർ ഡയറക്റ്റ് ആണോ പണിയുന്നത്, അല്ല, അവർ പ്ലാൻ വരച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് താഴെയുള്ള കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ അതിന് താഴെയുള്ളവരെ ഏൽപ്പിക്കും. എന്നിട്ട് എന്തായിരിക്കും അവരോട് വീട് ഉണ്ടാക്കാൻ പറയും. അപ്പൊ ഡയറക്റ്റ് നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, നമ്മളത് ഏറ്റവും വർക്ക് താഴത്തെ ലെവലിൽ വർക്ക് ചെയ്യുന്നവരോട് പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവർക്ക് മനസ്സിലാവണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആ വീട് പണി തുടങ്ങുമ്പോൾ അവസാനം വരെ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുള്ള രീതിയിൽ തന്നെയാണോ പണിയുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കേണ്ടി വരും. അപ്പൊ നമ്മളൊരു പ്ലാൻ വരച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടിന്റെ ഒരു മോഡൽ നമ്മളൊരു പേപ്പറെ വരച്ചിട്ടാണ് നമ്മൾ അവരെ കൊടുക്കുന്നെങ്കിൽ എന്തായിരിക്കും നമുക്ക് വേണ്ട ബെഡ്റൂം എത്രയാണെന്നും അത് ഏത് പൊസിഷനാണെന്നാണെങ്കിൽ അതിന്റെ അളവും ലെങ്തും വിട്ടും എല്ലാം എന്തായിരിക്കും ഈ ഡ്രോയിങ്ങിന്റെ ഈ ഒരു ഭാഗത്ത് എന്തായിരിക്കും ഷീറ്റിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കും. അന്നേരം അത് നോക്കുന്നവർക്ക് എന്തായിരിക്കും നമ്മൾ കൂടെ നടന്ന് എപ്പോഴും കൂടെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട
കാര്യമില്ല. കാരണം അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും, അവർക്കത് നോക്കി ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ കൂടെ നടക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ പറഞ്ഞ അളവിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയാണ് അവർ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഇത് അളന്ന് നമ്മൾ പണം വെച്ചേക്കുന്ന കാര്യം അളന്ന് നോക്കുക, ഡ്രോയിങ്ങിനകത്ത് നമ്മൾ ആ പ്ലാനിനകത്ത് വരച്ചു കൊടുത്ത അളവ് ആണോ നോക്കുക, ചെക്ക് ചെയ്യാറുണ്ട്. എന്തായിരിക്കും, നമുക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായിരിക്കും, നമ്മൾക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഒരു എന്തായാലും ചിത്ര രൂപത്തിലാക്കിയിട്ട് അത് കൊടുക്കുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഡ്രോയിങ് ഉണ്ടെങ്കിൽ മാത്രമോ ഒരു ബിൽഡിങ്ങോ ഒരു വാഹനമോ അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു സാധനത്തെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എഞ്ചിനീയർമാരുടെ എന്തായിരിക്കും, ഭാഷയായിരിക്കും. അവർക്ക് കമ്മ്യൂണിക്കേറ്റ്, അവരുടെ ഒരു ലാംഗ്വേജ് ആണ്. അവരുടെ മനസ്സിലുള്ള ഐഡിയ എന്തായിരിക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എസ്ഐ ആയിട്ടോ വലിയൊരു കുറിപ്പായിട്ടോ എഴുതി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്തായിരിക്കും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, അവരുടെ താഴെയുള്ള മേസ്തിരിമാരാണെങ്കിലും കോൺട്രാക്ടർമാരാണെങ്കിലും അവരുടെ ആശയം പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, ഈ ഡ്രോയിങ്ങിൽ കൂടെ ആയിരിക്കും. അല്ലാതെ നമുക്കൊരു വീടുണ്ട്, ആ വീടിന് ഇത്ര അളവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേപ്പറിൽ എസ്ഐ ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് വായിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല. ഇതിപ്പോ എന്തായിരിക്കും, അവർ സംസാരിക്കുന്നതല്ല, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ എന്ന് നമുക്ക് പറയാം, ഭാഷയായിട്ടായിരിക്കും നമ്മളെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയർമാരുടെ അല്ലെ എഞ്ചിനീയേഴ്സിന്റെ ഭാഷയാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ഡ്രോയിങ്ങിന് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എഞ്ചിനീയർമാരെ അല്ലെ കോൺട്രാക്ടർമാരെയാണ് സാധാരണ സമീപിക്കാറുള്ളത്. അവരുടെ അടുത്ത് നമുക്ക് വേണ്ട അല്ലെ നമ്മുടെ വീടിൻ്റെ ആശയം അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അവർ അതിനനുസരിച്ചുള്ള നമ്മുടെ ആശയത്തിന് നമ്മുടെ ആഗ്രഹത്തിന് ആവശ്യമുള്ള രീതിയിലൊരു വീടിൻ്റെ പ്ലാൻ വരച്ചു തരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ വീട് പണിയാൻ പോകുന്നത്. ഇത്തരത്തിൽ എഞ്ചിനീയർമാർ നമുക്ക് വരച്ചു തരുന്ന ഡ്രോയിങ് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് മനസ്സിലാകണം. അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് വരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ അതിനകത്ത് എഴുതുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലെറ്ററിങ് A to Z ആയാലും 0 to 9 ആണെങ്കിലും എഴുതുന്നതിനും വരയ്ക്കുന്നതിനും ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. BIS എന്ന് കേട്ടിട്ടുണ്ടോ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അതിനകത്ത് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വർണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, BIS 916 ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. ഇത് ഒത്തിരി വണ്ടി റിലേറ്റഡ് അല്ലെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് സിമെന്റ് കമ്പനി അങ്ങനെയുള്ളതിന്റെയൊക്കെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് BIS എന്ന് പറയുന്നതല്ല. അതായത് ഒരു സൊസൈറ്റിയാണ്, അവർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, ഷീറ്റ്, ഡ്രോയിങ് ഷീറ്റ്, പെൻസിൽ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്തൊക്കെ അവർ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തെങ്കിൽ മാത്രം ആ സാധനം നമുക്ക് വിൽക്കാനോ ഉപയോഗിക്കാനോ ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനകത്ത് ഇവര് കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ രീതി മാത്രമേ നമുക്ക് ഡ്രോയിങ് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, അല്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നേരത്തെ വരച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും, ഇല്ലെങ്കിൽ ഇപ്പോ ചേസിനകത്ത് എഞ്ചിനകത്ത് വരച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിൻ പാർട്സ് ഒക്കെ തന്നെയാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. പക്ഷെ നമ്മൾ അന്നേരം എന്തായാലും നമ്മൾ ഈ ഡ്രോയിങ് പഠിച്ചിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു വെച്ചു, അടയാളപ്പെടുത്തി എഴുതി വെച്ചു. പക്ഷെ ആ രീതിയിലായിരിക്കും നമ്മൾ ഡ്രോയിങ് പഠിച്ചു കഴിയുമ്പോൾ എഴുതുന്നതായിരിക്കും. എല്ലാത്തിനും ഒരു ഇന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ എഴുതുന്ന ഒരു വരയാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു വരയാണെങ്കിലും ദിവസമായിട്ട് വീതിക്കൊക്കെ എന്തായിരിക്കും ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അതായത് അടയാളപ്പെടുത്തി വെക്കുന്നത് ലെറ്ററുകളിലാക്കി. ഇപ്പൊ പിസ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര് ക്യാപിറ്റൽ എഴുതി വെക്കും, കുറച്ച് പേര് സ്മോൾ ലെറ്ററിൽ എഴുതി വെക്കും, കുറച്ച് പേര് മലയാളത്തിൽ എഴുതി വെക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ അതൊക്കെ എന്തായിരിക്കും നമ്മളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് എഴുതുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പലരും എഴുതുന്ന ലെറ്റർ തെറ്റാണ്. ഇംഗ്ലീഷിനകത്താണെങ്കിലും എന്തായിരിക്കും ലെറ്ററുകൾ കാര്യം എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കിയ രീതിയിലല്ലേ നമുക്ക് കൈ വഴങ്ങുന്ന രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് ലെറ്ററും മലയാളം ലെറ്ററും ഒക്കെ എന്തായിരിക്കും കുറെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലല്ലേ എഞ്ചിനീയറിംഗിലോട്ട് വരുമ്പോൾ നമ്മുടെ A മുതൽ Z വരെ അല്ലെ 0 മുതൽ 9 വരെ എന്തായിരിക്കും നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ രീതിക്കാണ് എഴുതുന്നത്. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. ആ രീതിയിലോ നമുക്ക് എഴുതാൻ പാടുണ്ട്. അടുത്ത നിങ്ങളുടെ ഭാഗം എന്ന് പറയുന്നത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് പേര് തന്നെയാണ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉപകരണങ്ങൾ. ആ ഡ്രോയിങ് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതൊക്കെ തന്നെയാണ്. ഡ്രോയിങ് ബോർഡ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായിരിക്കും ഡ്രോയിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക്
ഡീറ്റെയിൽ ആയിരിക്കും. ചാർട്ട് ഷീറ്റ് അല്ലെങ്കിൽ A3, A4, A0 അങ്ങനെ ചാർട്ടുകളാണ്. അതേപോലെ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഡെസ്കിൽ വെച്ച് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതിനെന്തായിരിക്കും, നമുക്ക് ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക എന്തായിരിക്കും പൈന്തടിയിൽ ഉണ്ടാക്കിയ ഒരു ഡ്രോയിങ് ബോർഡ് കാണും. അതിനാണ് ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. ഇനി ഡ്രോയിങ് ബോർഡ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റാണ് മിനി ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇതിലേക്ക് അടുത്ത് കാണിക്കുന്നതാണ്. മിനി ഡ്രാഫ്റ്റ് എന്തായിരിക്കും, ഈ ഡ്രോയിങ് ബോർഡിലെ ഡ്രോയിങ് ഷീറ്റ് അറ്റാച്ച് ചെയ്തിട്ട് എന്തായിരിക്കും, അതായത് സ്കെയിൽ പോലിരിക്കുന്ന ഒരു ഉപകരണമാണ്. നമുക്ക് എന്തായിരിക്കും ഡ്രോയിങ് ഈസി ആയിട്ടും എളുപ്പത്തിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മിനി ഡ്രാഫ്റ്റ്. അടുത്ത് വരുന്ന T-Square. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല. സർവേ അല്ലെ സിവിൽ എഞ്ചിനീയർമാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് T-Square. നമുക്ക് ഒരു ഡ്രോയിങ് ബോർഡ് അല്ലെങ്കിൽ ഷീറ്റിൽ എന്തായിരിക്കും ഈ T-Square വെച്ചിട്ട് ഈസി ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ലൈൻ വരയ്ക്കും. ഇപ്പോൾ ഇതൊരു ഡ്രോയിങ് ബോർഡായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സെൻട്രൽ ഭാഗത്ത് നമുക്ക് ചെരിവില്ലാതെ ഒരു വര വരയ്ക്കണം. അപ്പൊ എന്തായാലും നമുക്ക് T-Square എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇതേൽ പാരലായിട്ട് വെച്ച് നമുക്ക് ഇതേൽ 90 ഡിഗ്രിയോ സൈഡിലേക്ക് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ വരയിടാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് T-Square. ഇനി അടുത്ത് പ്രൊട്രാക്ടർ ആണ്. പ്രൊട്രാക്ടർ ഇവിടെ 150 ഡിഗ്രി അല്ലെ 360 ഡിഗ്രി. നിങ്ങളുടെ ബോക്സിനകത്ത് നിങ്ങൾ കണ്ടേക്കുന്ന കൂടുതലും 180 ഡിഗ്രിയാണ്. നമുക്ക് ഒരു റൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡിഗ്രി എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. നമ്മുടെ ഇരിക്കുന്ന പ്രൊട്രാക്ടർ ഏകദേശം ഇത്ര ഭാഗമാണ്. എന്തായിരിക്കും 180 ഡിഗ്രി വരുന്നതായിരിക്കും. ഫുൾ റൗണ്ട് വരുന്നതാണെങ്കിൽ എന്തായിരിക്കും 360 ഡിഗ്രി. അപ്പൊ പ്രൊട്രാക്ടർ രണ്ടെണ്ണം ഉണ്ട്. 180 ഡിഗ്രി വരുന്നു, പിന്നെ എന്തായിരിക്കും 360 ഡിഗ്രി വരുന്നു. പിന്നെ സ്കെയില് നോർമലില് നിങ്ങളുടെ കയ്യിൽ 15 ബോക്സിനകത്ത് 15 സെന്റിമീറ്ററിന്റെ അല്ലെങ്കിൽ 30 സെന്റിമീറ്ററിന്റെ സ്കെയിലുകളായിരിക്കും. പിന്നെ വരുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഇതൊരു ഡ്രോയിങ് ഇൻസ്ട്രുമെന്റിനകത്ത് വരുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സ്. അടുത്തത് സ്റ്റെൻസില്. അത് നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല, അത് അടുത്ത ദിവസം പറയുന്നതാണ്. ഫ്രഞ്ച് കർവ്, അത് നിങ്ങൾ കാണാനില്ല. സിവിൽ എഞ്ചിനീയർമാരല്ലേ ഡ്രോയിങ് ഇച്ചിരി കൂടെ കൂടുതൽ വരുന്നവർ യൂസ് ചെയ്യുന്നതാണ്. പെൻസില് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ബോക്സിനകത്ത് നിങ്ങൾ കുറെ പെൻസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആ പെൻസിലിനെല്ലാം എന്തായിരിക്കും പ്രത്യേകത ഉണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടേക്കുന്നതായിരിക്കും ജസ്റ്റ് കടയിൽ പോയിട്ട് ഒരു പെൻസിൽ തരാൻ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിന്റെ കടുപ്പത്തിനൊക്കെ എന്തായിരിക്കും അനുസരിച്ച് പല ഗ്രേഡുകളായിട്ട് പെൻസിലിനെ തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ 2H, 3H, 2B അങ്ങനെ പെൻസിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ കടുപ്പം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇതൊരു ഡ്രോയിങ് ബോർഡിൻ്റെ പടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൈന്തടി ഉപയോഗിച്ചാണ് ഡ്രോയിങ് ബോർഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡ്രോയിങ് ഷീറ്റ് ഈ ഡ്രോയിങ് ബോർഡിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നല്ല സ്മൂത്ത് ആയിരിക്കും ഡ്രോയിങ് ഷീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. വ്യത്യസ്ത സൈസിലുള്ള ഡ്രോയിങ് ബോർഡ് നമുക്ക് ലഭ്യമാണ്. അത് ഓരോന്നിനും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് സൈസ് വ്യത്യാസം കൊടുത്തേക്കുന്നത്. സിവിൽ എഞ്ചിനീയർമാർ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ വലുപ്പമുള്ള ഡ്രോയിങ് ബോർഡായിരിക്കും. നമ്മൾക്ക് സാധാരണ ആവറേജ് റേഞ്ചിലുള്ള ഡ്രോയിങ് ബോർഡ് മതിയാവും. അടുത്ത നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റാണ് മിനി ഡ്രാഫ്റ്റർ. ഈ മിനി ഡ്രാഫ്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഡ്രോയിങ് ഒരു 90% വരയ്ക്കുന്നത്. അപ്പം മിനി ഡ്രാഫ്റ്റിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഡ്രോയിങ് ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കാം. പക്ഷേ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ എടുക്കുന്ന സമയത്തേക്കാളും വളരെ കുറച്ച് സമയം മതിയാവും നമുക്ക് മിനി ഡ്രാഫ്റ്റ് ഉപയോഗിച്ച് വരയ്ക്കാൻ. മിനി ഡ്രാഫ്റ്റിൽ തന്നെ നമുക്ക് പ്രൊട്രാക്ടറിൻ്റെ ഉപയോഗം വരുന്നുണ്ട്. മിനി ഡ്രാഫ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രൊട്രാക്ടർ അറ്റാച്ച്ഡ് ആണ്. നമുക്ക് പ്രൊട്രാക്ടറിൻ്റെ ആവശ്യം സെപ്പറേറ്റ് ഇല്ല. മിനി ഡ്രാഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കോണളവ് എടുക്കാനും എല്ലാം സാധിക്കുന്നതാണ്. മിനി ഡ്രാഫ്റ്റിൻ്റെ ഒരെൻഡ് ഡ്രോയിങ് ബോർഡിൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഫിക്സ് ചെയ്യും. ബാക്കി ഭാഗം നമുക്ക് ഡ്രോയിങ് ബോർഡിൽ ചാർട്ട് വെച്ചതിന് ശേഷം ഡ്രോയിങ് ഷീറ്റിൻ്റെ എല്ലാ സൈഡിലേക്കും നമുക്ക് ഈ സ്കെയിലിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. മിനി ഡ്രാഫ്റ്റിൻ്റെ കൂടെ ഒരു സ്കെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്കെയിൽ ഡ്രോയിങ് ബോർഡിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് മൂവ് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം വരയ്ക്കുവാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റിൽ പെടുന്നതാണ് ഡ്രോയിങ് ഷീറ്റ്. ഈ ഡ്രോയിങ് ഷീറ്റിലാണ് നമ്മൾ ആവശ്യമുള്ള ഇമേജുകളും എല്ലാം വരയ്ക്കുന്നത്. വ്യത്യസ്ത സൈസിൽ അല്ലെങ്കിൽ വലുപ്പത്തിൽ ഡ്രോയിങ് ഷീറ്റ് നമുക്ക് ലഭ്യമാണ്.
ഡ്രോയിങ് ഷീറ്റിലെ ഏറ്റവും വലുപ്പമുള്ള ഏറ്റവും സൈസ് കൂടിയ ഡ്രോയിങ് ഷീറ്റിനെ A0 എന്ന് പറയുന്നു. അതിന് തൊട്ട് താഴെ സൈസ് കുറഞ്ഞതിനെ A1 എന്നും, അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഡ്രോയിങ് ഷീറ്റിനെ A2 എന്നും, അതിന് തൊട്ട് താഴെ A3 എന്നും, ഏറ്റവും വലുപ്പം കുറഞ്ഞ ഡ്രോയിങ് ഷീറ്റിനെ A4 എന്ന് പറയുന്നു. ഇത്രയും A0 മുതൽ A4 വരെയുള്ള ഡ്രോയിങ് ഷീറ്റിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് A0 അല്ലെ A1 ഡ്രോയിങ് ഷീറ്റുകളാണ്. നിങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ച് വന്നിട്ടുള്ളത് A4 സൈസ് ഷീറ്റാണ്. അത് ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏറ്റവും വലുപ്പം കുറഞ്ഞ ഡ്രോയിങ് ഷീറ്റ് ആണ്. അടുത്ത ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് T-സ്ക്വയർ. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സിവിൽ എഞ്ചിനീയർമാരും സർവേ പഠിക്കുന്നവരുമാണ്. T-സ്ക്വയറിൻ്റെ ഉപയോഗം നമ്മൾക്ക് ഇല്ല, എന്നാലും ഡ്രോയിങ് ഷീറ്റിൽ ഹൊറിസോണ്ടലായിട്ട് വര വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് T-സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ്. T-സ്ക്വയറിന് ഒരു ജോയും അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കെയിലും ആണുള്ളത്. ജോ നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഉറപ്പിക്കുന്നു. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്തത് പ്രൊട്രാക്ടറാണ്. പ്രൊട്രാക്ടർ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് വ്യത്യസ്ത തരത്തിലുള്ള ഡിഗ്രി അല്ലെ കോണളവ് മെഷർ ചെയ്യാനും നമുക്ക് കോണുകൾ വരയ്ക്കാനുമാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി നിങ്ങൾ കണ്ടിരിക്കുന്നത് 180 ഡിഗ്രി മെഷർമെൻ്റ് ഉള്ള പ്രൊട്രാക്ടറാണ്. നമുക്ക് പ്രൊട്രാക്ടർ രണ്ട് രീതിയിൽ അവൈലബിൾ ആണ്. 180 ഡിഗ്രി ഉള്ള പ്രൊട്രാക്ടറും 360 ഡിഗ്രി ഉള്ള പ്രൊട്രാക്ടറും. ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് 360 ഡിഗ്രി ആയിരിക്കും. ഈ വൃത്തത്തിനകത്ത് നമുക്ക് വ്യത്യസ്ത തരത്തിൽ കോണുകൾ വരയ്ക്കുന്നതിനും പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നു. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾക്ക് ഇടത്ത് നിന്ന് വലത്തേക്കും വലത്ത് നിന്ന് ഇടത്തേക്കും മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രൊട്രാക്ടറിൻ്റെ ഇടത്ത് നിന്ന് 0-യിൽ തുടങ്ങി 180 ഡിഗ്രി വരെ വലത്തേക്ക് പോകുന്നു. അതുപോലെ വലത്ത് നിന്നും 0-യിൽ ആരംഭിച്ച് 180 ഡിഗ്രി ലെഫ്റ്റിലേക്കും പോകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരേ സമയം കോണളവുകൾ മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് കോമ്പസ് ആണ്. കോമ്പസും ഡിവൈഡർ നിങ്ങൾ കൂടുതലും ഉപയോഗിച്ചേക്കുന്ന ഒരു ഉപകരണമായിരിക്കും കോമ്പസ്. കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് ഈസിയായി അല്ലെങ്കിൽ എളുപ്പത്തിൽ വൃത്തം വരയ്ക്കാൻ സാധിക്കും. കോമ്പസ് ഉപയോഗിച്ച് വൃത്തം മാത്രമല്ല നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത്, ആർക്ക് വരയ്ക്കാനും ലൈൻ ഡിവൈഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. കോമ്പസിൻ്റെ ഒരു സൈഡ് പോയിൻറ്റഡ് ആയിരിക്കും. നമുക്ക് പേപ്പറിൽ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി പോയിൻ്റ് ചെയ്ത് പിടിക്കും. ഇപ്പുറത്തെ സൈഡ് പെൻസിൽ ടൈറ്റ് ചെയ്യാനായിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിവൈഡർ ഉപയോഗിക്കുന്നത് ഒരു ലൈൻ ഡിവൈഡ് ചെയ്യാനായിരിക്കും. ലൈൻ മാത്രമല്ല, ആർക്ക് അല്ല റൗണ്ട് എന്നിവ നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഡിവൈഡർ ഉപയോഗിക്കുന്നു. കോമ്പസ് പോലെ തന്നെ ഡിവൈഡറിനും ഡ്രോയിങ്ങിൽ പ്രാധാന്യമുണ്ട്. അടുത്തത് പെൻസിലാണ്. ഡ്രോയിങ്ങിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള പെൻസിലുകൾ ഉപയോഗിക്കുന്നു. പെൻസിലിൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ടിപ്പിൻ്റെ കടുപ്പം അനുസരിച്ച് പെൻസിലിനെ പല കാറ്റഗറിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. പെൻസിലിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ച് പല ഉപയോഗത്തിനാണ് ഇത്തരം പെൻസിലുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോയിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ഒന്ന് പെൻസിലാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പെൻസിലിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഹാർഡ്നെസ്. ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ 6H തുടങ്ങി 8B വരെ വ്യത്യസ്ത തരത്തിലുള്ള പെൻസിലിൻ്റെ തിക്നെസ്, അതിൻ്റെ കടുപ്പമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ ഗ്രേഡ് പെൻസിലിനും അതിൻ്റേതായ വ്യത്യസ്ത തരത്തിലുള്ള ഉപയോഗങ്ങൾ ഡ്രോയിങ്ങിലുണ്ട്. ഡ്രോയിങ്ങിൽ വ്യത്യസ്ത തരത്തിലുള്ള കോണളവുകൾ വരയ്ക്കാനും 90 ഡിഗ്രി അല്ലെ ലംബ രേഖ വരയ്ക്കാനുമാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലുള്ള അല്ലെ രണ്ട് ഷേപ്പിലുള്ള സെറ്റ് സ്ക്വയർ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ ലഭ്യമാണ്. ഇത് ഫ്രഞ്ച് കർവാണ്. ഇത് ഉപയോഗിക്കുന്നത് കോമ്പസുകൾ കൊണ്ട് വരയ്ക്കേണ്ടാത്ത കർവുകളും ആർക്കുകളും വരയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത ഷേപ്പിലുള്ള ഫ്രഞ്ച് കർവ് ലഭ്യമാണ്. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സിവിൽ എഞ്ചിനീയർമാരുടെ ഡ്രോയിങ്ങിലും സർവേയിലുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് വേറെയുമുണ്ട്. ഷാർപ്പനർ, സ്റ്റെൻസില്, സ്കെയില്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ഒത്തിരി നമുക്ക് ലഭ്യമാണ്.
ഇനി അടുത്ത നമ്മുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് അത് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രോയിങ് ഷീറ്റ്. എല്ലാവർക്കും അറിയാം നമ്മൾ ഈ പടവും കാര്യങ്ങളും എല്ലാം വരയ്ക്കുന്ന എവിടെയായിരിക്കും, ഒരു ഷീറ്റിലായിരിക്കും. അപ്പൊ ഇച്ചിരി വലുപ്പമുള്ള ഷീറ്റാണ്, ഏകദേശം ഈ ഒരു ബോർഡിന്റെ വലുപ്പത്തിൽ വരുന്ന ഷീറ്റിലാണ് നമ്മൾ വരയ്ക്കുന്നത്. നിങ്ങൾ നേരത്തെ ചാർട്ട് പേപ്പർ എന്ന് പറഞ്ഞു വാങ്ങാറില്ല, അതായിരിക്കും. അതിനൊക്കെ ഓരോന്നിനും ഓരോ സൈസ് ഉണ്ട്. അപ്പം ഇതിന് എല്ലാത്തിനും എന്തായിരിക്കും, എല്ലാ ഡ്രോയിങ് ഷീറ്റും ഒരേ വലുപ്പമായിരിക്കുമല്ലോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പേപ്പർ യൂസ് ചെയ്തേക്കുന്നത് A4 എന്ന് പറയുന്നതായിരിക്കും. A4 എന്ന് പറയുന്ന ഡ്രോയിങ് ഷീറ്റിനകത്ത് ഏറ്റവും താഴ്ന്ന അല്ലെ ഏറ്റവും ചെറിയ അളവാണ് A4 എന്ന് പറയുന്നത്. അപ്പം ഇതെന്തായിരിക്കും, ഈ ഏറ്റവും വലുപ്പമുള്ള ഡ്രോയിങ് ഷീറ്റ് ഇതെന്ന് പറയുന്ന ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ ഒരു പടമാണ് വരച്ചേക്കുന്നത്. അതിനകത്ത് പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും മൊത്തത്തിൽ, അതായത് ഈ ഒരു ഫുൾ അളവിൽ ഇതിനെ പറയുന്ന ഈ ഷീറ്റിന്റെ പേര് ഡ്രോയിങ് ഷീറ്റ് A0 എന്നായിരിക്കും. ഇതിനകത്ത് ഫുൾ അളവിനെ പറയുന്നത് A0 എന്നായിരിക്കും. ആ A0 എന്ന് പറയുന്ന ഷീറ്റ് നമ്മൾ നടുവേ മടക്കി രണ്ട് പീസ് ആക്കുകയാണെന്നായിരിക്കും. ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ശ്രദ്ധിക്കുക. എന്തായിരിക്കും, ഇത് നേരെ രണ്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, A0 എന്ന് പറയുന്നത് രണ്ട് A1 ഷീറ്റുകളാണ്. ഈ ഫുള്ള് ഡ്രോയിങ് ഷീറ്റിനെ നമ്മൾ A0 എന്ന് പറയുന്ന ഫുൾ ഡ്രോയിങ് ഷീറ്റിനെ നമ്മൾ നടുവേ മുറിച്ചു. ഇത്ര രണ്ട് ഭാഗങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി, A0 ഷീറ്റ് ഇതുവരെ A1, ഇത് ഫുള്ളും ഒരു A1 എന്ന് പറയുന്ന ഡ്രോയിങ് ഷീറ്റായി. ഇത് ഡ്രോയിങ് ഷീറ്റിന്റെ ഒരു ലേഔട്ട് ആണ്. എന്തായിരിക്കും, ഒരു ഇത്രയും വലുപ്പമുള്ള ഒരു ഫുൾ, ഏകദേശം ഈ വലുപ്പം എന്ന് പറഞ്ഞാൽ ഈ ബോർഡിന്റെ വലുപ്പം ഏകദേശം നിങ്ങളെ ചാർട്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ നേരത്തെ കടകളിൽ മേടിക്കാറുള്ളതാണ്. അതിന്റെ ഫുൾ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, A0 ആയിരിക്കും. അതിന്റെ അത്രയും വലുപ്പമുള്ള ഡ്രോയിങ് ഷീറ്റിന്റെ പേര് A0 ആയിരിക്കും. നിങ്ങൾ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്നത് A4 ആയിരിക്കും. A4 ബോണ്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങാറുണ്ട്. അത് ഡ്രോയിങ് ഷീറ്റിലെ ഏറ്റവും വലുപ്പം കുറഞ്ഞ ഷീറ്റാണ് A4 എന്ന് പറയുന്നത്. അതിലെ ഡ്രോയിങ് ഷീറ്റിൽ ഏറ്റവും വലുപ്പം കൂടിയ ഷീറ്റ് എന്തായിരിക്കും, A0 എന്ന് പറയും. ഇവിടെ A0 എന്നാണ് അതിന്റെ അളവ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും, ഫുള്ള് ഒരു ഷീറ്റിന് പറയുന്ന പേര് A0. ഈ A0 ഷീറ്റിനെ നമ്മൾ നടുവേ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, A0 എന്ന് പറയുന്നത് ഈ ഫുൾ അളവാണ്. ഇതിനെ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് A1 ഷീറ്റുകളാവും. ഇത് രണ്ടെണ്ണം A1 ഷീറ്റ്, അതായത് രണ്ട് A1 ഷീറ്റുകൾ കൂടി ചേരുന്നതാണ് ഒരു A0 ഷീറ്റ്. അല്ലെങ്കിൽ A0 ഷീറ്റിനെ നമ്മൾ നടുവേ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് രണ്ട് A1 ഷീറ്റുകൾ. അപ്പൊ ഇതിനെ ഇവിടുത്തെ ഈ A1 സെക്ഷൻ നമ്മൾ ഇവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ മിച്ചമുള്ള ഈ ഒരു സെക്ഷൻ, ഇത് A1 ഷീറ്റാണ്, ഇത് A1 ഷീറ്റാണ്. ഈ മിച്ചമുള്ള ഈ A1 ഷീറ്റിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ നടുവേ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. എന്തായി, രണ്ട് A2 ഷീറ്റുകൾ നമ്മൾ കിട്ടി. ഫുൾ ഒരു A0 ഷീറ്റ് ആയിരുന്നു, അതിനെ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്തായി, ഇവിടെ ഒരു A1 ഷീറ്റായി, ഇവിടെ ഒരു A1 സെക്ഷനായി. ഇനി മിച്ചമുള്ള ഈ A1 സെക്ഷൻ നമ്മൾ എന്തായി വീണ്ടും ഒന്ന് കട്ട് ചെയ്തേക്കാം, രണ്ട് A2 ഷീറ്റുകളായി. അപ്പം A0 നിന്ന് A4 പോകുന്നതനുസരിച്ച് എന്തായിരിക്കും, ഷീറ്റിന്റെ സൈസ് കുറഞ്ഞു വരികയാണ്. രണ്ട് A2 ഷീറ്റുകളായി. മുകളിലെ A2 സെക്ഷനെ നമ്മൾ വായിച്ചിട്ട് അതിനെ വീണ്ടും നമ്മൾ നടുവേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. എന്തായി, രണ്ട് A3 ഷീറ്റുകൾ, അതായത് A2ന്റെ പകുതി ആയിരിക്കും രണ്ട് A3 ഷീറ്റുകൾ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ A0 A3 സൈസിൽ എന്ത് വ്യത്യാസം വന്നു, കുറഞ്ഞു വരികയാണ്. A0 എന്ന് പറയുന്നത് ഫുൾ അളവാണ്, അതിനെ നമ്മൾ നടുവേ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു A1 സെക്ഷൻ കിട്ടി, ഇവിടെ ഈ A1 ആയി. ഈ A1 ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ ഉള്ളതിനെ നടുവേ കട്ട് ചെയ്തു, രണ്ട് A2 സെക്ഷനായി. ഈ A2 സെക്ഷൻ പേപ്പറിനെ ഇവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ മുകളിലേക്ക് പോയി, മുകളിലുള്ള A2നെ നടുവേ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രണ്ട് A3 ഷീറ്റുകളായി. ഇനി ഇവിടെ ഈ A3നെ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തെ വീണ്ടും കട്ട് ചെയ്തു. അപ്പൊ എന്തായിരിക്കും, A4 ഷീറ്റായി. ഈ ഫൈനലി വന്നേക്കുന്ന ഈ A4, ഇവിടെ ഫൈനൽ രണ്ട് A4 ഷീറ്റ് കിട്ടി. ഇപ്പൊ എന്തായിരിക്കും, ഈ ഫൈനലി വന്നേക്കുന്ന A4 ഷീറ്റുകളാണ് നിങ്ങൾ കൂടുതലായിട്ടും
ഉപയോഗിച്ചേക്കുന്നത്. അപ്പം പ്രണയത്തിന് ചോദിച്ചിട്ടുണ്ട് A4-നേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ള പേപ്പർ നിങ്ങൾ കണ്ടിരിക്കും. അതെന്തായിരിക്കും? A3 ആയിരിക്കും. ഇപ്പൊ 2 A4 ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു A3 ഷീറ്റ് ആയിരിക്കും. 2 A3 ഷീറ്റ് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു A2 ഷീറ്റ് ആയിരിക്കും. 2 A2 ഷീറ്റ് നമ്മൾ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും? ഒരു A1 ഷീറ്റിന്റെ വലുപ്പം കിട്ടും. ഇതുപോലെ ഒരു A1 ഷീറ്റും അതിനപ്പുറത്ത് വേറൊരു A1 ഷീറ്റും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന്റെ സൈസ് ആയിരിക്കും A0 എന്ന് പറയുന്നത്. ഇനി അടുത്ത A0 മുതൽ A4 വരെയുള്ള ഷീറ്റുകളുടെ അളവ് ഇവിടെ കൊടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഇവിടെ അളവ് ശ്രദ്ധിക്കണം. നിങ്ങൾ കൂട്ടാൻ അളവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അളവ് കൂടുതലും സെന്റിമീറ്റർ അല്ല സെന്റിമീറ്ററിന് മുകളിലോട്ടുള്ള സെന്റിമീറ്റർ, ഇഞ്ച്, മീറ്റർ അല്ല കിലോമീറ്റർ അളവുള്ള അങ്ങനെയായിരിക്കും നിങ്ങൾ കൂടുതൽ ഉണ്ടായി. നമുക്ക് ഡ്രോയിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മില്ലിമീറ്ററുകൾക്കാണ്. ആ മില്ലിമീറ്റർ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ പടം വരയ്ക്കുകയാണെങ്കിൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ പടം നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്തായിരിക്കും ആ 800 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഒരിക്കലും ഒരു പേപ്പറെ വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? അതിനെ വലുപ്പം കുറച്ചായിരിക്കും. നിങ്ങൾ വീടിന്റെ പ്ലാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എന്തായിരിക്കും വീട് കാണുന്ന രീതിക്കാണ് അത്ര വലുപ്പത്തിലായിരിക്കും ഡ്രോയിങ്ങിനെ പണം വരച്ച് ചെയ്യുന്നത്. വളരെ വലുപ്പം കുറച്ചായിരിക്കും. അപ്പൊ നമുക്ക് എന്തായിരിക്കും ചെറിയ ചെറിയ അളവുകളൊന്നും എന്തായിരിക്കും വിട്ടു പോകാതിരിക്കാൻ അല്ലെങ്കിൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കൃത്യ അളവിൽ തന്നെ വരയ്ക്കാൻ വേണ്ടി എന്തായിരിക്കും നമ്മള് മില്ലിമീറ്റർ ആണ് യൂസ്. അതായത് സെന്റിമീറ്ററിന് താഴെയുള്ള അളവാണ് നമ്മൾ ഡ്രോയിങ്ങിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന അളവെല്ലാം എന്തായിരിക്കും? മില്ലിമീറ്ററിലായിരിക്കും. അപ്പം A0 ഷീറ്റിന്റെ അളവ് ഇവിടെ കൊടുത്തേക്കുന്നത് 848 ഇവിടെ A0യുടെ അളവ് കൊടുത്തേക്കുന്നത് 841 × 1189. ഇവിടെ ഇതിന്റെ അളവ് കൊടുത്തിട്ടുണ്ട് 1189 എന്ന് പറയുന്ന ഈ ലെങ്തും ഇത് ഇങ്ങോട്ടുള്ള ഹൈറ്റ് എത്ര? 841. A0 എന്ന് പറയുന്ന ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ഫുൾ ആയിട്ടുള്ള അളവാണ് A0. അതിന്റെ അളവ് 1189 841. നമ്മളിവിടെ A0യുടെ സൈസ് 841 × 1189. ഈ ആദ്യത്തെ ഈ ഒരു A0യുടെ അളവ് മാത്രം നമ്മൾ കാണാൻ പഠിക്കണം. ബാക്കിയുള്ള താഴെയുള്ള എന്തായിരിക്കും നമുക്ക് കാണാൻ പഠിക്കണം, മനസ്സിലാക്കി പഠിച്ചാൽ മതി. തന്നെ ഇത് ഈ ആദ്യത്തെ ഈ രണ്ട് അളവ് മാത്രം പഠിച്ചാൽ മതി. ഇനി നമ്മളിവിടെ പറഞ്ഞു A0യുടെ നേർ പകുതി വലുപ്പമാണ് A1-ന്. അപ്പം ഇവിടെ ശ്രദ്ധിച്ചറിയാം ഇവിടുത്തെ ഒരളവ് എപ്പോഴും റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. ഇവിടെ 841 വന്നാൽ 841 ഇവിടെ A1-ന് റിപ്പീറ്റ് വന്നു. A1-ന്റെ 594 എന്നുള്ള അളവ് ഇവിടെ വീണ്ടും A2 റിപ്പീറ്റ് വന്നു. A2-ന്റെ 420 എന്നുള്ള അളവ് ഇവിടെ A3-ന് 420 വീണ്ടും റിപ്പീറ്റ് വന്നു. ഇവിടെ A3 297 എന്നുള്ള A4 എന്നപ്പോൾ വീണ്ടും റിപ്പീറ്റ് ആയി. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് ആയി വന്നു. അങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പടത്തിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യത്തെ A0യുടെ ഹൈറ്റ് 841, ഇങ്ങോട്ട് ലെങ്ത് 1189. A0യുടെ ലെങ്ത് എന്ന് പറയുന്നത് 1180. ഇത് നമ്മൾ നടുവേ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും A1-ന്റെ ഒരു സൈഡ് കിട്ടും. അതായത് A0യുടെ ഫുൾ നീളം എന്ന് പറയുന്നത് നടുവേ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 A1 കിട്ടും നമ്മൾ. അപ്പൊ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1189 പകുതി ആയിരിക്കും ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. എത്രയായിരിക്കും? ഇതിന്റെ പകുതി എന്ന് പറയുന്നത് 841. 841. ഇതിന്റെ നേർ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പകുതി എടുത്തേപ്പം 841 കിട്ടി. അപ്പം A1-ന്റെ ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 841 കിട്ടി. ഇനി ഇതിന്റെ മുകളിലോട്ടുള്ള ഹൈറ്റ് എത്രയായിരിക്കും? ഇവിടെ ഇതിന്റെ ടോട്ടൽ ലെങ്ത് A0യുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 1189, ഹൈറ്റ് 841. അപ്പൊ നമ്മളെ ഈ A0യുടെ നടുവേ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ 1189 എന്ന് പറയുന്ന നടുവേ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എത്ര വെച്ച് വരും? 594. അതായത് ഇത് നമ്മൾ നേരെ പകുതിയാക്കി 1189 പകുതി എടുത്തപ്പോൾ എത്രയായി? 2 594 വീതം കിട്ടി. അതാണ് നമ്മളിവിടെ A1-ന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 594 കിട്ടുക. 594 കിട്ടിയതിനായിരിക്കും ഇതിന്റെ ഫുൾ നീളത്തെ നമ്മൾ 2 ആക്കി പകുതി എടുത്ത് കഴിഞ്ഞാൽ 2 594 കിട്ടി.
അപ്പം A0യുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 841 തന്നെ. അത് ഈ വലിയ ഷീറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 841 ഇവിടെ കൊടുക്കുന്നത്. അതിനെ നമ്മൾ ഇങ്ങനെ മുറിക്കുമ്പോഴും ഈ A1ന്റെ ഹൈറ്റ് എത്രയായിരിക്കും? 841 തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്തോ ഹൈറ്റ് മാറാതിരിക്കുന്നത്. കാരണം ഇത് നമ്മളിങ്ങനെ നടുവേ മുറിച്ചു 2 A1 കിട്ടി. A1 ഇങ്ങോട്ടുള്ള അളവ് ചേഞ്ച് ചെയ്യുന്നു, മുകളിലുള്ള ഹൈറ്റ് കുറയുന്നുണ്ടോ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ അളവ് അതേപടി ഇങ്ങോട്ട് എടുത്തെഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത A1ന്റെ സൈസ് പഠിച്ചു. ഇനി അടുത്ത A2ന്റെ സൈസിലേക്ക് പോവാണ്. A2ന്റെ സൈസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ലെങ്തിൽ വ്യത്യാസം വരുന്നില്ല. ഇതിന്റെ മുകളിലോട്ടുള്ള ഹൈറ്റ് ഈ ഫുള്ള് A1 ഷീറ്റ് നമ്മൾ നടുവേ മുറിച്ചു. ഇതിന് മുകളിലോട്ടുള്ള ഹൈറ്റ് എത്രയായിരിക്കും? 841ന്റെ പകുതി ആയിരിക്കും. നമ്മൾ ഇങ്ങനെ മുറിച്ചപ്പോ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നീളത്തിൽ നമ്മൾ നടുവേ മുറിച്ചപ്പോ 841ന്റെ പകുതി ആയിരിക്കും ഈ അളവ്. ഇവിടെ ഈ അളവിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഇവിടെ 594 ചേഞ്ച് വരുന്നില്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും ഇവിടെ ഈ 594 നമ്മൾ നേരെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ 841ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 420. അതിന്റെ പകുതി നമ്മൾ എന്തായിരിക്കും? ഇവിടെ ഒരു 420 എന്നുള്ള അളവ്, അതായത് ഇതിന്റെ നേർ പകുതി അളവ് 420 എന്നുള്ള അളവ് ഇവിടെ നമ്മൾ എഴുതി. അപ്പൊ ഈ അളവ് കിട്ടി. ഇത് നമ്മൾ കാണാൻ പഠിക്കുന്ന കാര്യമാണ്. ഇത് 420 ആണ്. ഇത് 420. ഈ 420 രണ്ടോടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 841 ഫുൾ ലെങ്ത് കിട്ടി. ഇനി അടുത്ത് നമ്മൾ A3 പോകണം. A3 പോകുമ്പോൾ എന്തായിരിക്കും? A2 ഷീറ്റിനെ ഇത്ര വലുപ്പമുള്ള A2 ഷീറ്റിന് എന്തായിരുന്നു? ഇങ്ങനെ നടുവേ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 A3 കിട്ടിയായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ A3 എന്ന് പറയുമ്പോൾ ഈ ലെങ്തിൽ ചേഞ്ച് വരുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിൽ എന്തായിരിക്കും ചേഞ്ച് വരുന്നുണ്ടോ? നമ്മളിവിടെ 420, ഈ അളവ് 420 ആണ്. ഇത് 420 നമ്മുടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ അളവ് A3യോട് ഈ അളവ് എത്രയായിരിക്കും? ഇത് 420 തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. A3യുടെ മുകളിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 420. ഇനി ഇങ്ങോട്ടുള്ള അളവിലാണ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. നമ്മൾ ഇത്ര വലുപ്പമുള്ള ഷീറ്റിനെ ഇങ്ങനെയാണ് നടുവേ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 594ന്റെ പകുതി ആയിരിക്കും ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്. എത്രയായിരിക്കും? 594ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 297. അതായത് നമ്മൾ നടുവേ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 297 രണ്ട് അളവുകൾ കിട്ടി. 290 നമ്മൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തത്. ഈ ഹൈറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. 297 ഇൻറ്റു 420. അപ്പോൾ A3യുടെ സൈസ് കിട്ടി. ഈ A3 ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഇത്ര വലുപ്പമുള്ള A3 ഷീറ്റ് ആയിരുന്നു ഇവിടെ. അതിനെ നമ്മളിങ്ങനെ നടുവേ സ്പ്ലിറ്റ് ചെയ്തു. ഇങ്ങനെ നടുവേ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, ഈ അളവിൽ ചേഞ്ച് വരുന്നില്ല. ഈ 297 ഈ അളവിൽ ചേഞ്ച് വരുന്നില്ല. ഇതിന്റെ മുകളിലുള്ള ഹൈറ്റ് ആണ് സ്പ്ലിറ്റ് ആണ്. അപ്പം ഇവിടുത്തെ അളവ് നമുക്ക് കിട്ടി 297 നമുക്ക് മനസ്സിലായി. ഇനി ഇങ്ങോട്ടുള്ള ഈ 420 ഇവിടെ അടയാളത്തിൽ ഈ 420 നമ്മൾ ഏകദേശം നടുവേ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇത് എത്ര വെച്ച് കിട്ടി? 420ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 210. 210 എന്നുള്ള അളവ് കിട്ടി. ഇതിവിടെ 210 എത്രയായിരിക്കും? 210. ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് പോകുന്നത്. ഏറ്റവും വലുപ്പമുള്ള ഡ്രോയിങ് ഷീറ്റിന്റെ പേര് A0 എന്നാണ്. അതിനേക്കാളും വലുപ്പം കുറഞ്ഞ് കുറച്ചുകൂടെ അതിന്റെ നേർ പകുതി വരുമ്പോൾ എത്രയും A1 എന്നാണ് ആ ഷീറ്റിന്റെ പേര്. അതിന് താഴെ വരുമ്പോൾ എത്രയും A2 ആയി. A2ന്റെ താഴെ വരുമ്പോൾ എത്രയും അടുത്ത ഷീറ്റ് A3 ആയി. A3യുടെ താഴെ A4. ഇത് ജസ്റ്റ് നിങ്ങൾ ഈ പേര് പഠിച്ചു നോക്കുക. ആദ്യത്തെ ഈ ഒരു അളവ് മാത്രം ഓർത്തിരിക്കുക. പിന്നെ ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ അളവുകൾ നമുക്ക് സിമ്പിൾ ആയിട്ട്. ഈ അളവുകൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും പഠിക്കണം, കാണാൻ പഠിക്കണം, ഇതെല്ലാം മനസ്സിലാക്കി പഠിക്കണം.